ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് നോട്ട് കെട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണത്തിന് മതിയായ തെളിവുകളുണ്ട്. കത്തിയ നോട്ട് കെട്ടുകൾ സ്റ്റോർ റൂമിൽ നിന്ന് മാറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കാൻ നടപടിയെടുക്കണമെന്നും ശുപാർശ. ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്? വളരെ ഞെട്ടിക്കുന്നതും ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തന്നെ അപമാനകരവുമായ ഒരു സംഭവമാണ്, വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്ന കാര്യം, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിൽ കത്തിയ നോട്ടുകെട്ടുകൾ സ്റ്റോർ റൂമിൽ നിന്നും മാറ്റി എന്നുള്ളതാണ് ഈ സമിതി പറയുന്നത്. അതായത് ഒളിപ്പിക്കാനുള്ള ശ്രമം, അവിടെ പണം കുമിഞ്ഞുകൂടിയിരുന്നത് കത്തിപ്പടർന്നപ്പോൾ അത് ഒളിപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണത്തിന് മതിയായ തെളിവുകളുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കാൻ നടപടിയെടുക്കണമെന്നും സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഈ ഒരു ജഡ്ജിക്കെതിരെ, ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ, അദ്ദേഹം ഇപ്പോഴും സിറ്റിംഗ് ജഡ്ജാണ്, ആ ജഡ്ജിക്കെതിരെ സുപ്രീം കോടതി തന്നെ നിയോഗിച്ച ഒരു ആഭ്യന്തര അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്ന അദ്ദേഹം കുറ്റക്കാരൻ എന്ന് തന്നെയാണ്. അതായത് ജുഡീഷ്യറിക്ക് തന്നെ കളങ്കം ഏർപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും.